വരാൻ പോകുന്നത് നിങ്ങളൊക്കെ പിന്നെയാന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കത് അനുഭവവേദ്യമായി. അങ്ങനെയുണ്ട് നമ്മളെ അഭ്യാസം. ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ നിശ്ചയിച്ച 16 പേരുകൾ തന്നെ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക്. തൃശ്ശൂരിൽ കനത്ത പോരാട്ടം നടത്താൻ വടകരയിൽ നിന്ന് K മുരളീധരൻ വണ്ടി കയറുന്നു. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് ഷാഫി പറമ്പിൽ വടകരയിലേക്ക്. കണ്ണൂരിൽ K സുധാകരൻ വീണ്ടും മത്സരിക്കുന്നു. ആലപ്പുഴ പിടിച്ചെടുക്കാൻ, നഷ്ടപ്പെട്ടത് വീണ്ടും നേടിയെടുക്കാൻ KC വേണുഗോപാൽ തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നു. ഒപ്പം ശശി തരൂരും ആന്റോ ആന്റണിയും പഴയ നേതാക്കളും പഴയ മുഖങ്ങളും തന്നെ. കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും നിർണായകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഘട്ടകാലത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ആ ഓരോ പാർലമെൻറ്റ് സീറ്റും ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 39 പേരുകളുള്ള ആദ്യ പട്ടികയിൽ പ്രമുഖരാണ് ഏറെയും. കേരളത്തിലേതിന് പുറമെ തെലങ്കാന, കർണാടക, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെയും ആദ്യ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെലങ്കാനയിൽ പ്രതിസന്ധി കാലത്തും പാർട്ടിക്കൊപ്പം നിന്നവർക്ക് പരിഗണന നൽകി. അതിനൊപ്പം കർണാടകയിൽ പ്രധാനപ്പെട്ട നേതാവ് DK സുരേഷിന് വീണ്ടും അവസരം. ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സീറ്റിലും പ്രധാനികളെ തന്നെ നിർത്തുന്നു. വിജയം അനിവാര്യമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ആദ്യ ലിസ്റ്റിലൂടെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.